വയനാട് ഉരുൾപൊട്ടിയ മേഖലയിലെ ജനകീയ തെരച്ചിൽ അവസാനിച്ചതോടെ ചൂരൽമലയിലെ കടമുറികൾ വ്യാപാരികൾ ശുചിയാക്കി തുടങ്ങി. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സ് സംഘം മാത്രമാണ് ഇന്നലെ വെള്ളാർമല സ്കൂൾ പരിസരത്ത് തെരച്ചിൽ നടത്തി. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ആഷ്മി ബ്രോ അവിടുത്തെ വയനാട് തെരച്ചിലിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ബന്ധുക്കൾ പറയുന്ന മേഖലയിലാകും തെരച്ചിൽ. അവിടെ ജനകീയ തെരച്ചിൽ വളരെ കാര്യക്ഷമമായി നടന്നു. കാര്യമായ പ്രയോജനം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുപടി പറയേണ്ടി വരുമെങ്കിലും അപ്പോൾ ഇനി അതിവേഗം പുനരധിവാസത്തിലേക്കാണ് സർക്കാർ. പതിനെട്ട് ദിവസത്തിന് ശേഷം ചൂരൽമലയിലെ വ്യാപാരികൾ പതിയെ ഷട്ടർ ഉയർത്തി നോക്കി. നഷ്ടങ്ങളുടെ കൂമ്പാരം കൺമുന്നിൽ. ചളി കയറി അടിഞ്ഞിരിക്കുന്നു മിക്ക കടകളിലും. ലോൺ ഉണ്ടായിരുന്നു, 10-35 ലക്ഷം രൂപ ലോണുണ്ട്. ഞാൻ ഇത് കട നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ വായ്പകളൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. ഞാനൊരു 10-30 വർഷമായിട്ട് ഇവിടെ കച്ചവടമാണ്. ഞാനും കുടുംബം ഇതുകൊണ്ട് തന്നെയാണ് ഉപജീവനം നടന്നു വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 10-20 ലക്ഷം രൂപയുടെ സാധനങ്ങളൊക്കെ നശിച്ചുപോയി. മാത്രമല്ല ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വായ്പകളൊക്കെ ഇനി എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് എനിക്കറിയില്ല. ജനകീയ തിരച്ചിൽ നിർത്തിയെങ്കിലും അറിയിപ്പ് ലഭിക്കുന്നതുവരെ ഫയർഫോഴ്സ് സംഘം പ്രദേശത്ത് സൂക്ഷ്മമായ പരിശോധനകൾ നടത്തും. വെള്ളാർമല സ്കൂൾ ഭാഗത്ത് നിന്ന് ഇന്ന് രേഖകൾ കണ്ടെടുത്തു. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു പരിശോധന നടത്തണം. അപ്പോൾ നമുക്ക് അതിനകത്ത് വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷണമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു 4 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ അത് കാരണം വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു പരിശോധനയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ക്യാമ്പുകളിലുള്ളവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ വേഗത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ക്യാമ്പുകളിലുള്ളവർ തൃപ്തരാണെന്നും മന്ത്രി റിയാസ്. 4 നിലയിലാണ് ആളുകൾ മാറാൻ തയ്യാറായിട്ട്. അത് ആരൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് എത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നിലയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. എല്ലാവരും തൃപ്തരാണ് അക്കാര്യത്തിൽ. കുറേ ആളുകൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതേസമയം പൂർണ്ണമായും കോടമഞ്ഞ് നിറഞ്ഞതായിരുന്നു മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ഇന്നത്തെ കാലാവസ്ഥ. ഓരോ കടകളും തുറന്ന് എന്തെങ്കിലുമൊക്കെ വീണ്ടെടുക്കാനുണ്ടോ എന്ന് പരതുകയാണ് ചൂരൽമലക്കാർ. പതിയെ ഇനി ജീവിതത്തിലേക്ക് മടങ്ങണം. ടീം 24 വയനാട്.